ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ 2 കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ വെച്ച് നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. അതിനായിട്ട് 2 കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ വേവിക്കുകയല്ല, കപ്പയോടെ കഴിക്കാൻ വേണ്ടി നമ്മളിവിടെ വാളത്തോരൻ ഉണ്ടാക്കുന്നുണ്ട്. വാളത്തോരൻ. അപ്പോൾ നമുക്ക് കപ്പ എല്ലാം വൃത്തിയാക്കി എടുക്കുക. അതിനായിട്ട് നിങ്ങളെ വാള പരിചയപ്പെടുത്താം. വാള ഇവിടെ എടുത്തിട്ടുണ്ട്. 2 വാളയാണ് എടുത്തിരിക്കുന്നത്. 2 വാള നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് കപ്പയുടെ തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ കപ്പയുടെ തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കപ്പയുടെ തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ്. കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ് നമ്മളിവിടെ. അങ്ങനെ കപ്പയുടെ തൊലിയും കാര്യങ്ങളും കളഞ്ഞ് ക്ലീനാക്കി പാത്രത്തിലോട്ടാക്കുകയാണ്. അങ്ങനെ നമ്മൾ കപ്പയൊക്കെ അരിഞ്ഞതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒരു പാത്രത്തിലോട്ടാക്കി കപ്പയൊക്കെ വൃത്തിയായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും കപ്പയൊക്കെ നമുക്ക് വൃത്തിയായിട്ട് അരിഞ്ഞെടുക്കാം. അതിനായിട്ട് കപ്പയെല്ലാം നമ്മൾ തൊലിയും കാര്യങ്ങളും കളഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള കപ്പയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു കൊടുക്കുകയാണ്, അരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ കപ്പയെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കപ്പയെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കപ്പയെല്ലാം അരിഞ്ഞെടുത്തു. അങ്ങനെ കപ്പകളെല്ലാം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കപ്പയൊക്കെ വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. നമ്മളതൊക്കെ വെള്ളം ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുകയാണ്. അങ്ങനെ കഴുകി പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ നമ്മൾ കപ്പയുടെ അഴുക്ക് പോകുന്നിടം വരെ നമ്മൾ കഴുകിയെടുക്കുകയാണ്. അങ്ങനെ കപ്പയുടെ അഴുക്കൊക്കെ പോകുന്നിടം വരെ കഴുകിയെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. അങ്ങനെ കപ്പ രണ്ടാമത് നമ്മൾ വീണ്ടും കഴുകിയെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കപ്പയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പാചകത്തിലോട്ട് പോകാം. അതിനായിട്ട് നമ്മൾ കപ്പ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ വേവിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ അരപ്പിന് വേണ്ടി നമ്മളിവിടെ കാന്താരിയും പഴുത്ത കാന്താരിയും പറിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കാന്താരിത്തോട്ടത്തിൽ. അങ്ങനെ കാന്താരിയും കാര്യങ്ങളൊക്കെ പറിക്കുകയാണ്. നമ്മൾ കാന്താരിയും കാര്യങ്ങളൊക്കെ കാന്താരിത്തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കുകയാണ്. അങ്ങനെ കാന്താരി എല്ലാം പറിച്ചെടുക്കുകയാണ്. കപ്പയുടെ ചേരുവകൾ: തേങ്ങ ചിരകിയത്, ലേശം മഞ്ഞൾപ്പൊടി, 3 അല്ലി വെളുത്തുള്ളി, കരിവേപ്പില, പഴുത്ത കാന്താരിയും പച്ചക്കാന്താരിയും എടുത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസാണ് എടുത്തിരിക്കുന്നത്. ഇനി പാചകത്തിലോട്ട് കിടക്കാം. ഇതെല്ലാം നമ്മൾ അരപ്പിനുണ്ടതാണ്, അരച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ഇതെല്ലാം അരച്ചെടുക്കാം. അങ്ങനെ നമ്മളിതെല്ലാം അരച്ചെടുക്കുകയാണ്. വളമീനെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയൊക്കെ അത്യാവശ്യം വെന്ത് വരുന്നുണ്ട്. കപ്പയും അങ്ങനെ കപ്പയുടെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ അരപ്പും ചേർത്ത് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്.
അങ്ങനെ നമ്മൾ ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചട്ടത്താവി വെച്ച് നമ്മൾ ഇളക്കിയെടുക്കുകയാണ്, ഇളക്കി കുഴച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചട്ടത്താവിയും കാര്യങ്ങളും യൂസ് ചെയ്ത് നല്ലപോലെ കുഴച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. അങ്ങനെ കൈ വിടാതെ നല്ല വൃത്തിയായിട്ട് ഇളക്കി കുഴച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇളക്കുന്നതിലാണ് ടേസ്റ്റ് കൂടുതലിരിക്കുന്നത്, ഇളക്കണം. അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റെസിപ്പി റെഡിയാക്കി എടുക്കുക. അടുത്ത റെസിപ്പി നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് വാളമീൻ വെച്ചിട്ടുള്ളൊരു തോരനാണ്. ഉണക്ക വാളമീൻ വെച്ചാണ് തോരൻ ഉണ്ടാക്കുന്നത്. ഉണക്ക വാളമീനാണ് എടുത്തിരിക്കുന്നത്. ഉണക്കമീൻ വാളമീനൊക്കെ നമ്മൾ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. വാളമീൻ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. വാളമീൻ കഷ്ണങ്ങളൊക്കെ ആക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ വാളമീൻ കഷ്ണങ്ങളാക്കി എടുത്തു. അതിലോട്ട് നമ്മൾ തക്കാളിക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിക്കയും കാര്യങ്ങളും പച്ചത്തക്കാളിക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. പച്ചത്തക്കാളിക്കൊക്കെ ചേർത്ത് കൊടുത്തു. പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുകയാണ്. നടുവ് കീറി അരിഞ്ഞത്, ചീകി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക്, അങ്ങനെ ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. 1 അല്ലി പുളി 3ആയിട്ട് കീറിയെടുത്തത് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്തു ആവശ്യത്തിന്. അങ്ങനെ നമ്മൾ അടുപ്പയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങയും ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ പകുതി വേവായി കഴിയുമ്പോഴാണ് അവസാനമാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയും ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ തേങ്ങയും ചുവന്നുള്ളിയും കാര്യങ്ങളും ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്ത് വൃത്തിയാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചാറൊക്കെ നല്ലപോലെ കുറുകി വരട്ടെ, അതുവരെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചാറൊക്കെ നല്ലപോലെ കുറുകി വരട്ടെ. അങ്ങനെ കപ്പയും വാളമീൻ കറിയും റെഡി ആയിട്ടുണ്ട്. മീൻ തോരൻ കറി അല്പം ചാറോടാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അങ്ങനെ ഉണക്കമീനൊക്കെ ഉള്ളവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ ഗായ്സ്.